സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് കോഴിക്കോട് ബേപ്പൂരാണ്. ഇവിടെ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ഞാനിവിടെ വന്ന സമയത്ത് എന്നെ മജസ്റ്റിക് എന്ന ഈ ഒരു ബോട്ട് ജെട്ടിയാണ് ആകർഷിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ഭയങ്കര ഉച്ചത്തിലാണ് പാട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷയുമില്ല, കോപ്പിറൈറ്റ് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വിവരണം തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക്. ഞാൻ ഈ ബോട്ടിലേക്ക് മെല്ലെ കയറി എല്ലാം ഈ ബോട്ടിൽ കയറി നോക്കുന്ന സമയത്ത് എല്ലാവരും ജാക്കറ്റ് ഇടുന്ന തിരക്കിലാണ്. ലൈഫ് ജാക്കറ്റ് നിർബന്ധമായി ഇട്ടിരിക്കണം, നിർബന്ധമാണ്. അത് വളരെ ഒരു കർശനമായ നിർദ്ദേശമാണ്. ഇവിടെ ഈ ബോട്ടിൽ കയറണമെങ്കിൽ 100 രൂപയാണ്. അരമണിക്കൂറാണ് ഇതിൻ്റെ യാത്ര. ഞാൻ ഇതിൻ്റെ പിൻഭാഗത്തേക്കാണ് പോയത്. പിൻഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചു. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇവിടുന്ന് നോക്കിയപ്പോൾ ഇതാണ് ഫെറി സർവീസ്. ചാലിയത്തിനെയും ബേപ്പൂരിനെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സർവീസാണിത്. നമ്മളെ വാഹനങ്ങളും ആളുകളെല്ലാം കയറ്റി നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടുത്തെ പോർട്ട്. ലക്ഷദ്വീപിൻ്റെ ഓഫീസ് ഇവിടെയുണ്ട്, ഹാർബർ ഉണ്ട് ഇവിടെ. ഇത് കോസ്റ്റൽ ഗാർഡിൻ്റെ പോർട്ടാണ്. ഇത് ചാലിയാർ പുഴ കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി, അപ്പർ ഡെക്കിലേക്ക് കയറി. മുകളിൽ കയറി നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ മറ്റൊരു മനോഹരമായ ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് കണ്ട് ആസ്വദിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ കയറി ഒരു 360 ആംഗിളിൽ ഒരു 360 വ്യൂ പകർത്തി. ഇതാണ് കര. ഇത് കഴിഞ്ഞിട്ട് ഇത് ചുറ്റുപാടാണ്. ഇതാണ് ചാലിയാർ പുഴയുടെ മറ്റൊരു സൗന്ദര്യം. ഹായ് സുഹൃത്തുക്കളെ, ഇത് വല്ലാത്തൊരു നല്ലൊരു കാഴ്ച കേട്ടോ. എന്തായാലും ഇവിടെ വരണം. ഈ ഒരു പ്രകൃതി ഭംഗി എന്തായാലും ആസ്വദിച്ചിരിക്കണം. തുടർന്ന് മറ്റൊരു ബോട്ട് കടന്നു പോകുന്നത്. അവർ തിരിച്ചു വരികയാണ്. പല സ്ഥലത്തും പോയി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ചു വരിക. ഇവർ തന്നെയാണ് ആ ബോട്ട്. പിന്നെ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കയറി ജാക്കറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം താഴെ ആൾക്കാരിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ സീറ്റുകളൊക്കെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് എപ്പോഴാണ് പോകുകയെന്ന്. അവർ പറഞ്ഞത് ഇപ്പം പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞവർ. അങ്ങനെ നമ്മളെ ഡ്രൈവർ സീറ്റിലെത്തി. അവർ പിന്നോട്ടെടുക്കാൻ തുടങ്ങി വണ്ടി എന്നല്ല, ബോട്ട്. My name is Suresh. I'm from Coimbatore. I have a small channel, so I have been taking a video for that channel. Okay. Due to the water fest or? Yeah, due to water fest. I explore each and every corner of Calicut. Okay. So this is also part of my. Okay, fine. സുഹൃത്തുക്കളെ, ഇതൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടോ. എന്തായാലും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയൊരു പദ്ധതിയാണ്. ബേപ്പൂരിന് അടുത്തറിയുക. ഞാനിങ്ങനെ ആ ബോട്ടിലുള്ള പല ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അവർ പറയുന്നത് ഇതൊക്കെ എന്നോ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ്. ഞാൻ ഒരു 10 വർഷത്തിനടക്ക് ഒരുപാട് പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ അത്ര വികസനം ഇല്ലായിരുന്നു. ഇതിനെപ്പറ്റിയിട്ട് എനിക്ക് ഇത്ര വലിയ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ വെറുതെ ഒന്ന് ഇതിൽ വണ്ടി ആയിട്ട് വരും. കാറിലേക്ക് ഫെറിയിലേക്ക് കയറ്റി വെക്കാം. തിരിച്ച് ചാലിയത്ത് ഇറങ്ങിയിട്ട് ചാലിയത്ത് നേരെ കോസ്റ്റൽ വഴി നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ ഈ ഫെറി ഉപയോഗിച്ചിട്ടായിരുന്നു ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാറ്. അതൊരു നിശ്ചിത സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉള്ളോട്ടുള്ള പല പ്രദേശങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബോട്ടിലെ ജീവനക്കാർ വളരെ സഹകരണ മനോഭാവമുള്ള ആൾക്കാരാണ്. അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അവിടെ ഒരു വലിയൊരു മരം വന്ന് കിടക്കുന്നുണ്ട്. വലിയൊരു മരം. അത് 2018 വെള്ളപ്പൊക്കത്തിൽ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും, പിന്നെ ഓരോ തുരുത്തിൻ്റെ കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിൽ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ഓരോ ഭാഗത്തുള്ള കാര്യങ്ങളും, പോർട്ട്, പിന്നെ ലക്ഷദ്വീപിൻ്റെ ഒക്കെയുള്ള പല കാര്യങ്ങളും. ഇവിടെ ബേപ്പൂർ തന്നെയാണ്? കോഴിക്കോട്. ഞാൻ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് വേങ്ങേരി. സുധീഷ്. ഓക്കെ. എല്ലാവരും വളരെ ആവശ്യത്തോടു കൂടി പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞാൻ ചില ആൾക്കാരോട് ചോദിച്ചപ്പം ചില ആൾക്കാർ കണ്ണൂരിൽ നിന്നുണ്ട്, മലപ്പുറത്ത് നിന്ന്, ചില ആൾക്കാർ വയനാട് നിന്നൊക്കെ അത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നോ തുടങ്ങേണ്ടതായിരുന്നു. നമുക്ക് ഒരുപാട് വിദേശ നാണയങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു ടൂറിസത്തിൽ കൂടെ ഒരുപാട് വരുമാനങ്ങൾ നേടിത്തരാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. എന്തായാലും നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നല്ല മാറ്റങ്ങൾ വന്നതായി കാണാം. ടൂറിസം രംഗത്ത് വളരെയധികം പുരോഗതി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC ഒക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. KSRTC ഒരുപാട് ട്രിപ്പുകൾ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് KSRTCയിൽ യാത്ര ചെയ്തതാണ്. അതിനുശേഷം ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു ഈ ബോട്ടിലെ. മുന്നിൽ നിന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു കാഴ്ചയെ ബാധിക്കും, അതുകൊണ്ട് മുന്നിൽ അധികം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ബോട്ടിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നത്. മജസ്റ്റിക് എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്.
പിന്നെ ഈ ബോട്ട് ഡ്രൈവറോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നു. ഞാൻ ചോദിച്ചു ഇത് അഴിമുഖത്തേക്ക് പോകുന്നു, അപ്പോൾ പറഞ്ഞില്ല അഴിമുഖത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞു. അതിന് സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടിന് 200 രൂപയാണ്. ഇതിന് 100 രൂപയാണ്. ഇതിന് അരമണിക്കൂർ എന്നാണ് പറയുന്നത്. അരമണിക്കൂറിന് പുറത്ത് അവർ ചിലവഴിച്ചിട്ടുണ്ട്. സ്പീഡ് ബോട്ട് പറയുന്നത് അരമണിക്കൂറാണ്. അരമണിക്കൂറിന് 200 രൂപ. അത് നമ്മൾ അഴിമുഖത്തേക്ക് കൊണ്ടുപോകും, കടലിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻ ചാടുന്നതൊക്കെ കാണാം, ഡൈവ് ചെയ്യുന്നതൊക്കെ കാണാം. ഇതിൻ്റെ പല ദൃശ്യങ്ങളും ഞാൻ വീണ്ടും പകർത്തിക്കൊണ്ടേയിരുന്നു. ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണാം. ഇത് നല്ലൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. അവർ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. കൂടാതെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മതിമറക്കുകയായിരുന്നു. പ്രകൃതി ഭംഗി എത്ര കണ്ടിട്ട് മതിയാകുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നമ്മളെ ബോട്ടിംഗ് അവസാനിക്കാൻ പോവുകയാണെന്ന്. ഇത് പോർട്ടാണ് കേട്ടോ, കോസ്റ്റൽ ഗാർഡിൻ്റെ പോർട്ടുകൾ. അവിടെ പലതരത്തിലുള്ള മോസ്റ്റ് മോഡേൺ ഷിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ ഞാൻ ഇതിൻ്റെ മുന്നേ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ. പിന്നെ അവിടെ ലക്ഷദ്വീപിൻ്റെ ഒരു ഓഫീസുണ്ട്. ലക്ഷദ്വീപിലേക്ക് ഇവിടെ സാധനം പോകുന്ന ചെറിയ ചരക്ക് കപ്പലുകളൊക്കെ അവിടെ കാണാം. പിന്നെ ഹാർബറുണ്ട് അവിടെ. ഇതെല്ലാം നല്ലൊരു അനുഭവമായിരുന്നു. ഇതാണ് പുലിമുട്ട്. 2 ഭാഗത്ത് പുലിമുട്ടുണ്ട്. പുലിമുട്ട് നമ്മൾ അഴിമുഖത്തേക്ക് പോകുന്ന ഇതാണ്. ഈ ചാലിയാർ കടലിലേക്ക് പോയി പതിക്കുന്ന ഭാഗമാണിത്. പക്ഷേ അധികം അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ 2 ആൾക്കാർ ഇങ്ങനെ കൈ കാണിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ 2 കൊച്ചു കുട്ടികളെ അപ്പോഴാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിലെ മക്കളെ ശ്രദ്ധിക്കണം. എല്ലാവരും മതിമറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു. കാരണം അത് നല്ലൊരു കാഴ്ചയാണല്ലോ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണല്ലോ. യാത്ര അവസാനിക്കാനായ സമയത്ത് ഞാൻ ഒരു സഹോദരൻ്റെ സഹായത്തോടു കൂടി ഞാനിങ്ങനെ തിരിയുന്ന ഒരു സീൻ എടുത്തു. ഇനി ടിക്കറ്റ് കൗണ്ടറിലെ ചേട്ടനോട് സംസാരിക്കാം. സാധാ ബോട്ട് 100 രൂപ. സ്പീഡ് ബോട്ട് 200 രൂപ. എത്ര പേരാണോ? ഏതാ സ്പീഡ് ബോട്ട് മിനിമം ഒരു 5 പേര് വേണം. സ്പീഡ് ബോട്ട് അഴിമുഖം വരെ പോവാം. അഴിമുഖം ഇവിടെ വരെ പോയിട്ട് തിരിച്ചു. അഴിമുഖത്തിനടുത്ത് വരെ പോയി തിരിച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാമെന്ന് പറയാം. ഡോൾഫിന്റെ ഭാഗം വരും.